ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ വ്ളോഗ് ഇടാനൊന്നും പറ്റിയില്ല. കാരണം ഇത്തായും കുട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാനൊക്കെ ഇവിടെ വന്നിട്ട് കടയിൽ വന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് നോമ്പൊക്കെ തുറക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അവരുടെ ബഹളവും കാര്യങ്ങളും കുട്ടികളും കളിയൊക്കെ ആയിട്ട് പിന്നെ ടയേർഡൊക്കെ ആയിപ്പോയി. അപ്പം നമുക്കത് വീഡിയോ എടുത്ത് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ റിയലി സോറി. പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ കുക്കിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. അപ്പം നമ്മുടെ നോമ്പിൻ്റെ 25ാമത്തെ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ തീരാറായി വരികയാണ് ഗായ്സ്. നല്ല വിഷമമുണ്ട്. ഒരു സന്തോഷവും ആ ഒരു നല്ലൊരു ടൈമൊന്നും ഇനിയിപ്പോൾ ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ 1 hour നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. ഇന്നത്തെ കുക്കിംഗ് ഒക്കെ നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ബോളയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ 4 ബ്രെഡ് എടുത്തു. പിന്നെ അതിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഒരു ഏത്തക്ക ഇട്ട് മുറിച്ചിട്ടിട്ട് വരട്ടിയെടുത്തു കേട്ടോ. അത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ട. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്നട്ട് ഒന്ന് പൊടിച്ചിട്ടത്, ഒരുപാട് പൊടിച്ചിടണ്ട, കുറച്ച് അതിനൊരു പീസ് വേണം കേട്ടോ. കിട്ടുന്നതും കൂടി ഇട്ട് ഇളക്കിയിട്ടാണ്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് അതിൽ കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കുറച്ച് മതി. പിന്നെ 2-3 ഏലക്കയും കൂടി ഒന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് ഐറ്റംസിനായിട്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ചെഞ്ചിൽ ഒരു മുട്ട എടുത്തു. അപ്പോൾ ഞാനിവിടെ താറാമുട്ടയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ താറാവിൻ്റെ മുട്ട ഇല്ലാത്തൊരു കോഴിമുട്ട എടുക്കുക, കുഴപ്പമില്ല. നമുക്കിവിടെ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താറാവിൻ്റെ മുട്ട എടുക്കുക. പിന്നെ അതിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇടുക. പിന്നെ കുറച്ച് ഇത്തിരി മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുക. പിന്നെ 2-3 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാതെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ചെയ്യേണ്ടത് ഒരു അപ്പച്ചട്ടി എടുത്ത് അത് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ചട്ടിപ്പത്തിരിയുടെ ഒക്കെ അതുപോലെ തന്നെ അടിയിൽ കുറച്ച് ബാറ്റർ തൂക്കിയിട്ട് അതിൽ ഞാൻ പിന്നെ ബ്രെഡ് കുറച്ച് മുറിച്ചൊക്കെയാണ് കേട്ടോ വെച്ചത്. കുറച്ച് സ്ലൈസായിട്ടൊക്കെ മുറിച്ച് വെച്ചു. പിന്നെ ഒരു പൂവിൻ്റെ ഷേപ്പൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ ഷേപ്പൊക്കെ മാറിപ്പോയി, എന്തരോ ആയിപ്പോയി. എന്നാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ടേസ്റ്റിനൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഫില്ലിങ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യും പിന്നെ ഈ ഒരു ബാറ്ററൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പെട്ടെന്ന് വെന്ത് വരും. കാരണം പിന്നെ സോറി മറന്നുപോയി, ഇതിൽ കുറച്ച് പാലും കൂടി ഒഴിക്കണം കേട്ടോ. പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ആ മുട്ടയുടെ ആ ഒരു ബാറ്ററിനകത്ത് കുറച്ച് പാലും കൂടി ഒഴിക്കുക. എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബ്രെഡ് പോള ഉണ്ടാക്കിയത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കി. നിറഞ്ഞിൻ്റെ സർബത്തും 2 ഞാലിപ്പൂവൻ പഴവും കുറച്ച് പാലും പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ടിട്ട് പഞ്ചസാര വേണ്ടവർ ഇട്ടാൽ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ലായിരുന്നു. ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഇതിനകത്ത് കുറച്ച് കസ്കസും കൂടി ആഡ് ചെയ്തു. അടിപൊളി ജ്യൂസാണ്. നല്ല പാലിൻ്റെ കട്ടി ഇട്ടാലും കുഴപ്പമില്ല, നല്ല കുറുകുറുപ്പാണ്. സത്യം പറഞ്ഞാൽ നിറനീണ്ടിയുടെ ഒരു ടേസ്റ്റേ ഇതിൽ വരില്ല. പക്ഷേ ഭയങ്കര കോമ്പിനേഷനാണ് ഈ നിറനീണ്ടിയും പഴവും പാലും എല്ലാം കൂടി ആയിട്ട്. അപ്പോൾ അതും ഉണ്ടാക്കി കേട്ടോ. അപ്പം നമുക്കിന്ന് ഇത്രയൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്ര ആയിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലത്തെ കുറച്ച് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചങ്ങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം കുറച്ച് കട്ട് ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ബ്രെഡ് പോളയും പിന്നെ നിറനീണ്ടിയുടെ സർബത്ത് വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ മറ്റേ ജ്യൂസ് വെക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അത് ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാത്രി അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ നോമ്പൊക്കെ തീരാറായി വരുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും തീരാറായി വരുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. പിന്നെന്താ കൂടുതൽ ബെല്ലൈക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.